മാത്രമല്ലാത്തവരൊക്കെ കയറിയിട്ടോ നിങ്ങളെ സ്ഥാപനമാണല്ലോ അവരെന്തൊരു തീരുമാനം ഉണ്ടായിക്കോട്ടെ. ടോയ്ലറ്റ് പോകണോ അകത്തിരുന്നോ, ബാക്കി പിന്നെ പോവാലോ. ജോലി പറയുന്നതൊക്കെ ബാക്കി നോക്കാം. കയറി ബാത്റൂമിലോ മറ്റോ പോകേണ്ടവരൊക്കെ പോയിട്ടോ. നിങ്ങളെ സ്ഥാപനമല്ലേ, നിങ്ങൾ അങ്ങനെ ഇറങ്ങി പോകണ്ടല്ലോ. രാവിലെ മുതലേ നൂറുകണക്കിന് ആളുകൾ പുറത്തു വെക്കുകയാണ്. നിങ്ങൾക്ക് പ്രാഥമിക അങ്ങനെ എന്തെങ്കിലും ചെയ്യാനോ ടോയ്ലറ്റ് പോകാനൊക്കെ ഉണ്ട് പോയിട്ടോ. നിങ്ങളെ സ്ഥാപനമാണ്, കയറുന്നവർ കയറിക്കോളി. ആരും ഒന്നും ചെയ്യാനും പോകുന്നില്ല. ഇവിടെ സൗകര്യമുണ്ട്. അതൊന്നും തുറന്നു നമുക്ക് നോക്കാം. ഉള്ളിൽ കയറിക്കോ, വെറുതെ ഇങ്ങനെ ഭയം നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞങ്ങളൊക്കെ ഉണ്ട്. ഈ സൈഡ് വഴിയോട്, ഈ സൈഡ് വഴിയോട്, ഈ സൈഡ് വഴിയോട്. ഹലോ ക്യാമറ ക്യാമറ നമുക്ക് ബാക്കി വാ. അകത്ത് കയറിയിരുന്നോ, വെറുതെ പുറത്ത് ഇങ്ങനെ നിൽക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാം കയറിക്കോളൂ. നമുക്ക് ക്യാമറ ബാക്കി അതൊക്കെ എടുത്തോ. അതൊന്നും നിങ്ങൾ അവിടെ ഇരുന്നോ. ഇതിനാ പുറത്ത് മൈക്കൊന്നും മാത്രമേ ഇതിനകത്ത് നമുക്ക് കയറ്റി വെച്ചിട്ടുണ്ട്. ജീവനക്കാരെ ഈ ഓഫീസിനകത്തേക്ക് കയറ്റിവിടുകയാണ്. നേരത്തെ രാവിലെ മുതൽ നിൽക്കുകയായിരുന്നു. ചർച്ചയ്ക്കായി ഗസ്റ്റ് ഹൗസിലേക്ക് ഇവരുടെ പ്രതിനിധികളായി 25 പേർ ചർച്ചയ്ക്ക് പോയിരുന്നു. പക്ഷേ അപ്പോഴും ജീവനക്കാർ ഇവിടെ പൊരിവെയിലത്ത് നിൽക്കുകയായിരുന്നു. ഇതിനെ തുടർന്നാണ് നേതാക്കൾ, സംസ്ഥാന ഭാരവാഹികൾ ഉൾപ്പെടെ സ്ഥലത്തെത്തി ഈ ജീവനക്കാരെ